നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുമ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെ മടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ സമയമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി ചോറിന് ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ കറിയും തോരനൊന്നും ഉണ്ടാക്കാൻ വയ്യ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒരു 2 വിഭവങ്ങളുടെ കോമ്പിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇതിനെ നമുക്ക് മുട്ട ചമ്മന്തി എന്ന് വേണമെങ്കിൽ വിളിക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് പറയണേ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 5 അല്ലി ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ചമ്മന്തി അരയ്ക്കൂലേ അതുപോലെ, അതായത് പൊടിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ നേരത്തെ ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ വഴറ്റി എടുക്കുകയാണ്. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പോയി ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ച പൊടിച്ചു വെച്ച ചമ്മന്തി ഉണ്ടല്ലോ, തേങ്ങ പൊടിച്ചു വെച്ചത്, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ല മിക്സായി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. 2 മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് മുട്ട നമുക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് ചമ്മന്തി ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തക്കാളിയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഈ മുട്ടയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആദ്യം മുട്ട മാത്രം ഇളക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ചമ്മന്തിയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ മിക്സിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ കറിവേപ്പില വേണേൽ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് അതും ചേർക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. പൊടിയായിട്ട് എടുക്കാം കേട്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പേര് കറക്റ്റ് തന്നെയല്ലേ, ചമ്മന്തിയും അതുപോലെ മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കഞ്ഞിക്കൊക്കെ ഒരു അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.